ജെ ആർ പത്മകുമാർ നോക്കൂ, വയനാട് ലോക്സഭാ സീറ്റിൽ ആനി രാജ CPI സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തിയാൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് KC വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ സാമുദായിക സന്തുലനം പാലിക്കണം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ തവണ 20 സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിൻ്റെ 17 സ്ഥാനാർത്ഥികളിൽ ആലപ്പുഴയായിരുന്നു ഒരു വനിതാ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. ഇത്തവണ KC വേണുഗോപാൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വയനാട് ലോക്സഭാ സീറ്റിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായി വരും. ആ നിലയിൽ സന്തുലനം പാലിക്കുമെന്നുള്ളതാണ്. BJPക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ടല്ലോ. മുസ്ലിം ലീഗ് ഒരു 3ാം സീറ്റ് ചോദിച്ചപ്പോൾ, പിന്നീട് ഒരു രാജ്യസഭാ സീറ്റ് വഴങ്ങിയപ്പോൾ, ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയില്ല. പകരം വയനാട് ലോക്സഭാ സീറ്റിലൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകും KC വേണുഗോപാൽ മത്സരരംഗത്തുണ്ടെങ്കിൽ എന്നൊക്കെയാണ് ശ്രീ ജെ.ആർ. പത്മകുമാർ. ആ നിലയിൽ സാമുദായിക സന്തുലനം പാലിച്ചു പോകുന്ന ഒരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ മതേതരത്വത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്കിഷ്ടമായ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വേണുഗോപാൽ ഇത് പറയുന്നത്? സാമുദായിക സൗഹാർദ്ദ സന്തുലിത അവസ്ഥ ഉണ്ട് എങ്കിൽ ഞാൻ മത്സരിക്കാമോ? തീരുമാനമെടുക്കേണ്ടത് അവരല്ലേ. അവരൊക്കെ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാൽ പോരെ. പിന്നെ എന്തിനാ പുറപ്പുറത്ത് കയറി ഇന്ന് ഇങ്ങനെ വിളംബരം നടത്തുന്നത്? ഇങ്ങനെ ആണെങ്കിലേ ഞാൻ മത്സരിക്കൂ എന്ന് പറയാം. തീരുമാനമെടുക്കുന്നത് അവരല്ലേ. അപ്പോൾ ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അവർക്ക് ഏത് മതത്തിലുള്ള ആളുകളെയും ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് ഞങ്ങൾ അഭിപ്രായപ്പെടേണ്ട കാര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുക പോകുന്നോ ഇല്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഒരു വിനയപൂർവ്വമായ ഒരു ചോദ്യം ആനി രാജയോട്. രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവ് ഇന്ത്യയുടെ INDA മുന്നണിയെ ദേശീയ തലത്തിൽ നയിക്കാൻ പ്രാപ്തനായ, അല്ലെങ്കിൽ ആണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു നേതാവ് എതിരായിട്ട് ആനി രാജയെ പോലുള്ള മത്സരിച്ച് ആനി രാജ ഈ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ IND മുന്നണിയെ നയിക്കാൻ ആൾ വേണ്ടേ? അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. അവരുടെ മുന്നണി സംവിധാനത്തിൽ തന്നെ ആലോചിക്കേണ്ട കാര്യമില്ലേ? അപ്പോൾ ഈ പറയുന്നതൊക്കെ ആരെ പറ്റിക്കാനാണ്? അവസരവാദവും അധികാര രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് തങ്ങൾക്കാകെ ജയിക്കാൻ പറ്റുന്നത് കേരളമേ ഉള്ളൂ. അതുകൊണ്ട് വന്ന് IND മുന്നണിയായാലും ഏത് മുന്നണിയായാലും ഞങ്ങൾക്ക് ജയിച്ച് കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു ഒരു ബോധമല്ലാതെ ഇതിലൊന്നും ഒരു അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആദർശത്തിൻ്റെ പരിവേഷമോ ഒന്നുമില്ല. അവർക്ക് തൽക്കാലം അധികാരത്തിലെത്തണം, അതിനൊരു വഴി, അതിനെന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുക. അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, ദേശീയ തലത്തിൽ INDA നയിക്കേണ്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അതുകൊണ്ട് ഞങ്ങളാരും ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നില്ല. എന്താ പറയാത്തത്? അപ്പോൾ അതിന് വേറൊരു നയം പറയും. ഞങ്ങളുടെ ഈ സൈദ്ധാന്തികമായി ഇന്നതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ നടക്കുന്നൊരു ശ്രമമാണ്. ഏത് തീരുമാനം വേണമെങ്കിലും അവരുടെ മുന്നണിയുടെ തീരുമാനം അവർക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. അതിൽ സാമുദായിക സന്തുലിതാവസ്ഥ വേണമോ അതല്ല ഒരു സമുദായത്തെ വേണം നിർത്തണോ അതൊക്കെ അവർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. വ്യക്തമാണ്. ദയവായി തുടരുക. അതാണ് താങ്കളുടെ നിലപാട്. ലിജു നോക്കൂ,